ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തിങ് ചെയ്യണ്ട. എന്താണെന്നറിയോ? ബുക്ക് മേക്ക് ഓവറിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തംബ്നെയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. ഈ 3 ബുക്കുകളുടെ കവറിങ് പോലത്തെ ഒരു റെഫറൻസ് രീതിയിൽ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടാ. ആദ്യം ഞാൻ ഈ ഒരു തുണി കൊണ്ട് നോക്കിയത്. ഈ ഫാബ്രിക് വെച്ചിട്ട് നെറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഭംഗി കിട്ടണില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിങ്ക് A4 ഷീറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് നോക്കി. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ നെറ്റായിട്ട് നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി അത് യൂസ് ചെയ്യാം, മറ്റേ ഫാബ്രിക് വേണ്ട, പേപ്പർ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഫാബ്രിക് മാറ്റി വെച്ചിട്ട് നമ്മുടെ പിങ്ക് പേപ്പർ കൊണ്ട് ആദ്യം നമ്മുടെ ആ ബുക്ക് കവർ ചെയ്തെടുത്തു. ഈ ബുക്ക് ഞാൻ എജുമാർട്ടിൽ നിന്ന് വാങ്ങിയ ബുക്കാണ് കേട്ടോ. എത്ര 120 രൂപ അങ്ങനെ അങ്ങോട്ടുള്ളൂ. ഞാൻ നെറ്റ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ പഠിപ്പൊന്നും നടന്നില്ല, ബുക്ക് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മേക്ക് ഓവർ ചെയ്തുകൂടാ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ നെറ്റ് ഫാബ്രിക് കുറേ കാലമായിട്ട് പണ്ടത്തെ വീട്ടിലെ കർട്ടനാണ് കഴിച്ചത്. അപ്പോൾ ഈ കർട്ടൻ കണ്ടപ്പോൾ എനിക്ക് ഇത് നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ സാധനമാണല്ലോ എന്നും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണേ. ഇത് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ഞാൻ കുറേ തപ്പി നടന്നിട്ടുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് വയ്യ. വീട്ടിലെവിടെയെങ്കിലും ഉണ്ടോ ഉമ്മച്ചിയുടെ ഷാളൊക്കെ നോക്കിയൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് മോളിൽ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നു. ഉമ്മച്ചി ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ മേക്ക് ഓവറിൻ്റെ ഐഡിയ ഉദിച്ചു. അതന്നെ. പിന്നെ ഈ സാറ്റിൻ റിബണും വേറെ ഒരു റിബണില്ല, അത് രണ്ടും ഞാൻ എജുമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തെങ്കിലും കുറച്ചും കൂടി ഒരു അസ്തറ്റിക് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഒരു ബോയും വെച്ച് കൊടുത്ത്. എങ്ങനെയുണ്ട് ബുക്ക്? ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ ആ ഭംഗി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് ബാക്കിലെ പേജ് വെച്ച് ഒട്ടിക്കുന്നത്. ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇതാണോ ഇനി അടുത്ത ബുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമാവണേ നോക്കണേ. ഈ ബുക്ക് എന്തായാലും എൻ്റെ ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഇത്. ഉമ്മച്ചി നീ ചെയ്തതിൽ ഏറ്റവും ഭംഗി ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് വേറൊരു ബുക്കാണ്. ഇതിലിപ്പോൾ ഞാൻ ഒരു ജേണലിങ് അങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ചട്ട വരുന്നതല്ലേ, നമ്മുടെ പാളൊക്കെ ഇല്ലേ, ആ ഒരു ടെക്സ്ചർ വരുന്നത്, നമ്മുടെ കൗങ്ങിൻ്റെ പാളയൊക്കെ ഒരു ടെക്സ്ചർ വരുന്ന ചട്ട. പക്ഷെ എനിക്ക് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ എനിക്ക് വെറുതെ അങ്ങനെ ഇങ്ങനത്തെ ചട്ടകളൊന്നും പോരാ. എനിക്ക് എൻ്റേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. ഇത് നമ്മുടെ കവറില്ലേ, എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന കവറ്, അതാണ്. അപ്പോൾ ഇതൊരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനതിനെ ഒരു ചുളുക്കി മടക്കി എന്താ പറയുക ഒതുക്കി, എന്നിട്ട് അതിനെ ചട്ടാക്കി യൂസ് ചെയ്തു. ഒരു പഴയ ഫീലിംഗ് കിട്ടുന്നത് വിചാരിച്ചിട്ട് ചെയ്തത് കിട്ടിയെന്ന് തോന്നണം. അങ്ങനെ ഈ ചട്ടാണ് നമ്മൾ എന്താക്കിയത്, കവറാക്കിയിട്ട് യൂസ് ചെയ്തത്. ഇത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവണതല്ലേ, ചെയ്യാനും എളുപ്പമല്ലേ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളട്ടോ. പിന്നെ നമ്മുടെ നെറ്റ് ആശാനെ നമ്മൾ വിടുമോ? കിട്ടിയ സ്ഥിതിക്ക് മാക്സിമം മുതലാക്കണ്ടേ. അങ്ങനെ മുതലാക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനും മുന്നേ റെഫറൻസ് കാണിച്ചെന്നല്ല, അതുപോലെ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാട്ടെ. അതിൻ്റെ അരിക് ഞാൻ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ 2 സൈഡും. അങ്ങനെ ഇത് മൊത്തമായിട്ട് കവർ ചെയ്തിട്ടും ഒരു പ്ലെയിൻ ഫീലിങ്. അങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് ജൂട്ട് നൂലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതൊക്കെ വെച്ച് നോക്കാമെന്നുള്ള ഉദ്ദേശിച്ച് നോക്കി. അതിൽ ഫസ്റ്റത്തെ നോക്കിയപ്പോൾ അത് ഭയങ്കര വിടുത്ത്, അപ്പോൾ അതിന് ഭംഗിയില്ല. അങ്ങനെ സെക്കൻഡ് നൂലെടുത്തപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നിയപ്പോൾ പിന്നെ അതിൻ്റെ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും എന്തൊക്കെയൊക്കെയോ മിസ് ചെയ്യുന്നു. ലാസ്റ്റ് ഈ ടിഷ്യൂ കൊണ്ട് ഞാൻ റോസാപ്പൂ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ആ റോസാപ്പൂ ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് അതിൻ്റെ ഇടയിൽ മറന്നുപോയി. പിന്നെ ഒരു സാറ്റിൻ റിബൺ വെച്ച് കൊടുത്തു, കാരണം ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ റോസ് ഫ്ലവേഴ്സ്, അതും ഒട്ടിച്ച് കൊടുത്തപ്പോൾ സത്യം പറയാലോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് അങ്ങനെ നമ്മുടെ 2 ബുക്കുകളും മേക്ക് ഓവർ ചെയ്തെടുത്തു. മുന്നേ മേക്ക് ഓവർ ചെയ്തൊരു ബുക്കും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.